ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ എപ്പം വേണം എന്നൊക്കെ ഞാൻ എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എപ്പം വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ. എപ്പം വ്യക്തത വരുത്തണം? ഒരു അന്വേഷണം നടക്കുകയാണ്, ആ അന്വേഷണത്തിൽ എപ്പോ വ്യക്തത വരുത്തണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ വിശദീകരണം തരുമല്ലോ, ഞാൻ വിശദീകരണം കൊടുക്കും. അത് റിപ്പോർട്ടർ ആവശ്യപ്പെടുമ്പോഴല്ലോ ഞാൻ വിശദീകരണം കൊടുക്കുന്നത്. എനിക്ക് തോന്നുമ്പോൾ പുതിയതല്ലോ, എന്താ പുതിയ? നിങ്ങളിത് ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന്. നിങ്ങൾ പഴയ വാർത്തയൊക്കെ മറന്നുപോയതാ. ജനം പഴയ വാർത്ത മറന്നുപോയതാ. ജനം പഴയ വാർത്ത മറന്നുപോയതാ. ജനം ഒന്നാമത്തെ ദിവസം തൊട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ദിവസവും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും അല്ല, ഞാൻ കോടതിയിൽ പറഞ്ഞോളാന്ന് പറഞ്ഞല്ലോ. പിന്നെ അങ്ങേക്ക് പ്രശ്നം? അങ്ങേക്ക് കോടതി വിശ്വാസം ഇല്ലേ? അങ്ങേക്ക് കോടതി വിശ്വാസമില്ലേ? അത് അതിനൊരു സാഹചര്യം ഉണ്ടല്ലോ, ഇല്ലെന്ന് പറഞ്ഞു. അതിന് സാഹചര്യം ഉണ്ടല്ലോ. അത് എപ്പോ കൊടുക്കണം? പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരിക. നീതി തേടി മുഖ്യമന്ത്രിയെ കാണാൻ യുവതി തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. തെളിവുകൾ വെച്ച് മുഖ്യമന്ത്രിക്ക് ഉടൻ തന്നെ ഒരു പരാതി കൈമാറും എന്നാണ് ഇപ്പൊ യുവതി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും. ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എൻ്റെ നിരപരാധിത്വം ഉണ്ടല്ലോ, എൻ്റെ നിരപരാധിത്വം. ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് വിരുദ്ധമായി ഞാനൊരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിക്കുന്നു, ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതെപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു.